രാവിലെ സൊസൈറ്റി പോയിട്ട് ഇപ്പോഴും കയറി പറഞ്ഞു. ജയ സൊസൈറ്റി പോകാൻ പറ്റിയില്ലടി. സൊസൈറ്റി ലോൺ അടിച്ചില്ലേ? ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നില്ലേ? കുശാലിന് പെട്ടെന്ന് നൊസ്റ്റാൾജി കയറി. അവൻ നൊസ്റ്റാൾജി വരും. അവന്റെ തലവട്ടം കണ്ട് നമ്മുടെ ഒരു കാര്യം ഒരു ചേട്ടൻ എത്ര നേരം അറിയുമ്പോൾ നിങ്ങൾ കാത്തിരിക്കണത് എന്നെ എവിടെ നീക്കൊരു മനുഷ്യനാണോടാ? ഇങ്ങനെയാണോടോ ഒരു മനുഷ്യനോട് പെരുമാറുന്നത്? ഇത്രയും പ്രായമായില്ലേ ഒന്നുമില്ല. അവന്റെ തെറ്റല്ല, തന്റെ തെറ്റ് തന്നെയാ. ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് നിന്നെ ഒന്നും കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിട്ട് പോയോണ്ടനെ. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതല്ലേ മോനെ. ഇത് നിന്റെ പേഴ്സല്ലേന്ന് പോയി. നിങ്ങൾ എന്റെ കടയിൽ വന്നില്ലേ? അതിന് മുമ്പിൽ കിടന്ന് കിട്ടിയതാ. ഇത് തരാൻ വേണ്ടി നിങ്ങളുടെ പുറകെ എന്തോ ഒരു ഓട്ടോ ഓടിയാൻ, എന്തോരം വിളി വിളിച്ച്. നിങ്ങൾ കേട്ടില്ലേ? ചേട്ടൻ വിളിച്ച? ഞാൻ വിളിച്ച്. നീ കേട്ടടാ? ഞാൻ കേട്ടില്ല. ആ കെട്ടിന്റെ അവിടെ വെച്ച് ഞാൻ വിളിച്ചില്ലേ? അത് നിങ്ങൾ കേട്ടില്ല? ചേട്ടൻ ഞങ്ങളല്ലായിരിക്കും. നിങ്ങളാണ്. പിന്നെ ഞാൻ ആ പാലത്തിന്റെ അതിൽ കൂടി വന്നു കഴിഞ്ഞപ്പോ പിടിച്ചില്ല എന്നുള്ള രീതി വന്നപ്പോ നിങ്ങൾ ആ പാലത്തിൽ കൂടി പോയപ്പോ ഞാൻ വെള്ളത്തിൽ വീണ അന്നേരം നിങ്ങൾ കേട്ട് കാണുമല്ലോ. ആ വെച്ച് നിങ്ങൾ കേട്ടോ? ചേട്ടാ ഞങ്ങളല്ലത്. നിങ്ങളൊക്കെ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾ അത് കേട്ട് കാണൂല. പിന്നെ ഇതിവിടെ ഏൽപ്പിച്ചില്ലെങ്കിൽ ഇന്ന് എനിക്ക് കിടന്ന ഉറക്കം വരില്ല. നീ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ്, അപ്പൊ അത് സത്യസന്ധമായിട്ട് ഞാനിവിടെ ഏൽപ്പിക്കാനായിട്ടാണ് വന്നത്. ഇന്ന് എന്തായാലും എന്റെ കച്ചവടം പോയി. എന്നാലും മനസമാധാനമായിട്ട് കിടന്നുറങ്ങാം. ശരിക്കും ഒറ്റയ്ക്ക് ഒരാളെ ഇങ്ങനത്തെ ഉണ്ടാവുള്ളൂ കേരളത്തിൽ. ആ ഒരാള് ഞാനാണ്. ആ എന്നാ ശരി, ഞാൻ പോട്ടെ. ചേട്ടാ ഒരു മിനിറ്റ്. ചേട്ടാ ഇതിരിക്കണേ. അതൊന്നും വേണ്ട, നമ്മളൊരു ഉപകാരം ചെയ്യും, അത്രേ ഉള്ളൂ. അതല്ല, ഇത് ചേട്ടനാണ്. സന്തോഷത്തോട് തന്നെ ആണെങ്കിൽ കുഴപ്പമില്ല. ശരി എന്നാ ചന്ദനത്തിരി. ആ തന്റെ വീട്ടിൽ പൂജയല്ലേ? ആ തന്റെ വീട്ടിൽ പൂജയാണെന്നും പറഞ്ഞാണല്ലോ പിന്നെ എന്റെ കടയിട്ട് വന്നത്. അന്നേരമാണല്ലോ തന്റെ പേഴ്സ് എന്റെ കടയിൽ പോയത്. ഇനിയിപ്പോ ചന്ദനത്തിരി ഇല്ലാതെ പൂജ മുടങ്ങണ്ട. ശരിയാ? പൂജ? അപ്പൊ നിങ്ങൾ എന്റെ കൂടെ പൂജക്കാണ്? നിങ്ങൾ ഏത് വീട്ടിലെ പൂജക്കാണ്?